എന്തോന്നടി ഈ കാണിക്കുന്നേ? എന്തേ ഇതേ പറിക്കാൻ കിട്ടുള്ള അച്ഛമ്മ? എടി അത് പറിക്കണെങ്കിലേ ആ മാങ്ങയുടെ ഞെട്ടയിലേക്കാ തോട്ടി അങ്ങ് പിടിച്ച് എന്നിട്ട് ഒരൊറ്റ വലി വലിക്കേ. ഇവിടെ ഒക്കെ തന്നെ പിടിച്ച് വലിച്ചു ഞെട്ടിയിലോ വാലിലോ എവിടെയാന്ന് വെച്ചപ്പോ പറിച്ചെടുത്തോ. ഒരു കുന്തം അറിയത്തില്ല. എടി ഈ മാങ്ങയൊക്കെ പറിക്കണെങ്കിലേ ഈ മാങ്ങയും തോട്ടിയായിട്ടൊരു ആത്മബന്ധമൊക്കെ വേണം. അല്ലാതൊന്നും മാങ്ങ വീഴൂല്ലോ മോളെ. ഓ ഇതെന്തോ പറിക്കാനും പറ്റും. എന്താ ഇപ്പൊ പറിക്കാൻ പറ്റാത്തേ? കൊമ്പൊക്കെയാണല്ലോ താഴെ വീഴണ്ടേ. ഇതെന്താ അമ്മ കാണിക്കുന്നത്? അച്ഛമ്മേ മാങ്ങയും തോട്ടിയും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിനക്കെന്താ ആത്മബന്ധമാടി അമ്മയോടുള്ളത്? ഈ വയസ്സാങ്കാലത്ത് അമ്മയെ കൊണ്ട് അതെല്ലാം പറപ്പിച്ചിട്ട് നീ വായി നോക്കി നിൽക്കുന്നത്. അയ്യോ എനിക്കറിയില്ലല്ലോ ഈ മാങ്ങയുടെയും തോട്ടിയുടെയും ആത്മബന്ധം ഒന്നും. നീ കുറെ നേരമായാലും ആത്മബന്ധം എന്ന് പറഞ്ഞോട്ട് നടക്കുന്നു. എന്നെ കളിയാക്കുക. ഞാൻ കളിയാക്കും. അമ്മയ്ക്ക് തോട്ടി എടുത്ത് ഇതിന്റെ പുറത്തോട്ട് വലിഞ്ഞു കയറുന്ന വല്ല കാര്യമുണ്ടോ? എടാ മോനെ, ഞാൻ ഇങ്ങനെ മൊബൈലിൽ റീല് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഒരു ചെറുക്കൻ നല്ല ഒന്നാന്തരം പച്ചമാങ്ങ പൂളി അതിനകത്ത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് വിരകി അങ്ങോട്ട് കടിച്ച് തിന്നുന്നുണ്ടപ്പോ എന്താ കൊതി വന്നത്. അപ്പോഴാ ഞാൻ ഓർത്തത് നമ്മുടെ മാവേൽ മാങ്ങയുണ്ടല്ലോ ഒരെണ്ണം പറിച്ചിടാന്ന് വിചാരിച്ചുകൊണ്ട് വിളയും കുട്ടിക്കൂട്ട് വന്നത്. അച്ഛമ്മ ഒരാഗ്രഹം പറയുമ്പേ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാനും കൂടെ പോന്നു. എന്നിട്ടാണ് നീ ഇവിടെ വായി നോക്കി നിന്നിട്ട് അച്ഛമ്മയെ കൊണ്ട് ഈ പണിയെല്ലാം എടുപ്പിക്കുന്നത് അല്ലേ? ഞാൻ മരിയൊക്കെ പറിക്കാൻ പോയതാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ മാങ്ങ അങ്ങോട്ട് നല്ല എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഉപ്പും മുളകും ഒക്കെ ഇട്ട് അമ്മ ഇരിക്കുന്നിടത്ത് കൊണ്ട് തരത്തില്ലേ? ഓ നീ കടയിൽ നിന്ന് മേടിച്ച വിഷമടിച്ച മാങ്ങയല്ലേ? അല്ല നീ എനിക്ക് ഈ മാങ്ങ ഒന്നും പറിച്ചിട്ട് തരത്തൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് മാങ്ങ തന്നാ പോരെ, അത് ഞാൻ ചെയ്തു തന്നേനെ. അമ്മ ഈ വയസ്സാങ്കാലത്ത് ഈ തോട്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാലേ വല്ല നടുവൊക്കെ ഉളുക്കി അകത്ത് പോയി കിടക്കേണ്ടി വരും. എൻ്റെ ഈ നടുവൊന്നും ഉളുക്കൂലടാ, നല്ല ഒന്നാന്തരം ഉറച്ച ശരീര. അമ്മ അകത്ത് പോയിരുന്നേ, ഞാൻ ചെയ്തു തരാം. എന്തോ ഒരു സ്നേഹം മോട്. അതാ ആത്മബന്ധം. എനിക്ക് പിന്നെ എൻ്റെ അമ്മയല്ലാതെ വല്ലവരെയും അമ്മമാരെ സ്നേഹിക്കാൻ പറ്റും. എപ്പോഴും ഈ സ്നേഹം കണ്ടാ മതി. അല്ലെങ്കിൽ ഇവക്കൊക്കെ നമ്മുടെ സ്നേഹബന്ധത്തെ പറ്റി വല്ല അറിയാവോടാ? ഇതേ എൻ്റെ ആദ്യം ഉണ്ടായ മോനാ. ഇവൻ കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കിയുള്ളവർ എല്ലാവരും ഉള്ളൂ കേട്ടാ. എന്തോന്നുള്ളല്ലോ. അപ്പൊ മോളോ? അവളെന്റെ മോളല്ലേ, പക്ഷെ എനിക്ക് ഇവനോടാ കൂടുതൽ സ്നേഹം. ഓ കണ്ടാ മതി എപ്പോഴും. അമ്മ പോയാത്ത വരി, ഞാൻ നല്ല മുട്ടപ്പനായിട്ടെല്ലാം ചെയ്തോട്ട് തരാം. ഒക്കൊന്നേ പറിച്ചിടണം കേട്ടോ. രണ്ടെണ്ണം പറിച്ചോ മോനെ, നിനക്ക് നിന്ന. തോട്ടിയെടുക്കടി. ഞാൻ പറിക്കണ അടി എടുത്തേ. ഇല്ല ഡയലോഗ് അടിക്കണ്ടായില്ല. നിനക്ക് മാങ്ങയായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പറക്കടി. പണിയെടുക്കാൻ വയ്യ, ഞാൻ തന്നെ കുറച്ച് തരണം. വലിയേ